യുവതി സഞ്ചരിച്ച സ്കൂട്ടിക്ക് കുറുകെ സ്കൂട്ടറിട്ട് 3 ലക്ഷം രൂപയുടെ സ്വർണം തട്ടിയെടുത്തു. പിടിച്ചുപറി നടന്നത് പട്ടാപ്പകൽ. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 മാവുങ്കാൽ നെല്ലിത്തറ പുലയനടുക്കത്ത് വെച്ചായിരുന്നു സംഭവം. പുലയനടുക്കത്തെ കെ രവീന്ദ്രന്റെ ഭാര്യ കെ സിന്ധുവാണ് നാടിന് നടുക്കിയ പിടിച്ചുപറിക്കിരയായത്. കാഞ്ഞങ്ങാട് നിന്നും സാധനങ്ങൾ വാങ്ങി സ്കൂട്ടിയിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു യുവതി. വെളുത്ത സ്കൂട്ടിയിൽ വന്ന 2 പേരാണ് കവർച്ച നടത്തിയത്. പിന്നിലിരുന്ന പ്രതി 3 ലക്ഷം രൂപ വില വരുന്ന 3 പവന്റെ സ്വർണ്ണമാല പിടിച്ചുപറിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഞാൻ പണി കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഡ്രസ് മാറ്റിട്ട് സാധനം വാങ്ങാൻ വേണ്ടി പോയതാണ്. പോയിട്ട് വരുമ്പോൾ വീട്ടിലേക്ക് എത്താനായിട്ട് ഒരു വണ്ടി എൻ്റെ മുമ്പിൽ വന്നിട്ട് അത് ഇങ്ങനെ തിരിക്കുന്നുണ്ടായിന്. അതേ മുമ്പിലോട്ട് പോകാൻ വേണ്ടി തിരിച്ചിട്ട് വെച്ചു. അപ്പം എന്നെ പിടിച്ചു തള്ളി. വണ്ടിയോടെ ഞാൻ വീണു. അപ്പോൾ പൊട്ടിച്ചിട്ട് പോയതാണ്. അപ്പം എനിക്ക് നമ്പർ നോക്കാനും എത്തിയിട്ട വണ്ടിയിൽ നീക്കാനും ചെയ്തിട്ട വണ്ടീനെ അത് നീക്കാൻ പറ്റിയിട്ട. താലി വീണിട്ടുണ്ടായിരുന്നു. മാല പൊട്ടിക്കുമ്പോൾ താലി താഴെ വീണിട്ടുണ്ടായിന്. മാല പൊട്ടിച്ചു. അവരപ്പം രക്ഷപ്പെട്ടു. ആരും ആവാത്തപ്പൊക്കെ ആരുമില്ല. വിളിക്കുമ്പോൾ ഏട്ടൻ്റെ ഭാര്യ വന്നു. എൻ്റെ ചേട്ടിച്ച് വന്നു. ഏട്ടൻ്റെ അടുത്തുള്ളവരും വന്നു. പിന്നെ വേറെ ആരും അങ്ങനെ ഇല്ല ആ സമയത്ത് ഉണ്ടായിട്ട ആ റോഡില്. അപ്പം പോലീസിനെ വിളിച്ചെത്തി. കേസാക്കി. പുലനെടുക്കാണ്. നമ്മളെ വീട്ടിൽ പുലനെടുക്കുമ്പോ ക്യാംകോ റോഡില്ലേ, ഈ ക്യാംകോ അതിന്റെ അതിലെ റോഡില്ലേ, അപ്പൊ ആ പുലനെടുക്കാന്ന് സ്ഥലം. വീട്ടിന്റെ എത്താനായിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പൊ അതിന്റെ അടുത്ത് വീട്ടിന്റെ അപ്പുറം ഒരു ക്യാമറയിലെ വീടുണ്ട്. അവിടെ എത്തിയിട്ട ക്യാമറ ഉണ്ടായിരുന്നു. അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിട്ട വണ്ടി. സംഭവത്തിൽ ഹോസ്ദുർ പോലീസ് കേസെടുത്ത് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കവർച്ചക്കാർ ബൈക്കിലെത്തുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ സമാന രീതിയിലുള്ള കവർച്ച നടക്കുന്നത് ഇത് 2ാം തവണയാണ്. ഉപ്പളയിൽ മത്സ്യവില്പനക്കാരിയുടെ കഴുത്തിൽ കത്തിവെച്ച് സ്വർണം കവർച്ച ചെയ്തിരുന്നു. ശാരദാനഗറിലെ പരേതനായ പത്മനാഭയുടെ ഭാര്യ ഗംഗയാണ് കവർച്ചയ്ക്കിരയായത്. മണിമുണ്ടയിലാണ് നാടിനെ ഞെട്ടിച്ച കവർച്ച നടന്നത്. മണിമുണ്ട റെയിൽവേ അടിപ്പാതയ്ക്ക് സമീപം പട്ടാപ്പകലായിരുന്നു സംഭവം. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.